പത്തുലു, ഈ ചായക്കടയിൽ വന്നിട്ട് സമൂസ കഴിച്ചില്ലെങ്കിലേ പിന്നെ അന്നത്തെ ദിവസം പോക്കാ എനിക്ക്. പക്ഷെ ഇന്നിവിടെ സമൂസയുടെ മണമൊന്നും വരുന്നില്ലല്ലോ പത്തുലു. എന്താ കാര്യം? ഇല്ല, നമ്മുടെ ചായക്കട ചേട്ടന്റെ കട എവിടെ പോയി? പത്തുലു, ഇതെങ്ങനെയാ സംഭവിച്ചത്? എന്തിനാ സംഭവിച്ചത്? എപ്പോഴാ സംഭവിച്ചത്? എന്റെ മോട്ടു, ഇമോഷണൽ ഡ്രാമയൊന്ന് നിർത്ത്. ദേ അങ്ങോട്ട് നോക്ക്, അവിടെ എന്താ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ 1 മാസം ലീവ് എടുത്തുകൊണ്ട് ഈ ചായക്കടയും പൂട്ടി എന്റെ നാട്ടിലേക്ക് പോവുകയാണ്. ഇല്ല, എന്റെ ചായക്കട ചേട്ടാ, നിങ്ങളുടെ സമൂസ ഇല്ലാതെ എനിക്ക് എങ്ങനെ ദിവസം തുടങ്ങുക? രാത്രി ഉറക്കം എങ്ങനെയാ വരിക? സമോസ വേണോ? സമോസ, സമോസ, ചൂടുള്ള സമോസ, ചൂടുള്ള സമോസ, സമോസ വേണോ? സമോസ വേണോ? ചൂടുള്ള സമോസ, ചൂടുള്ള സമോസ വേണ്ടവര് വേഗം കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. എടോ ജോണേ, താനിപ്പോ മോഷണമൊക്കെ നിർത്തി നല്ല ചൂടുള്ള സമൂസ വിൽക്കാൻ തുടങ്ങിയോ? വെരി ഗുഡ്. എന്നാ വേഗത്തിൽ എനിക്ക് നല്ല ചൂടുള്ള സമൂസകൾ ഇങ്ങെടുത്തേ. അങ്ങനെ എല്ലാവർക്കും ഞാൻ സമോസ കൊടുക്കത്തില്ല. അതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. എന്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ ഞാൻ സമൂസ കൊടുക്കത്തുള്ളൂ, മനസ്സിലായോ? ജോണേ, ഞാൻ സമൂസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. ആദ്യം ജോലി എന്താണെന്ന് പറ. എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? എപ്പോഴാ ചെയ്യേണ്ടത്? എന്തിനാ ചെയ്യേണ്ടത്? എനിക്ക് വേണ്ടി നിങ്ങൾ 3 ജോലികൾ ചെയ്യണം. ആ 3 ജോലികൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വയറ് നിറച്ച് സമൂസ തരുന്നതായിരിക്കാം. വയറ് നിറച്ച സമൂസയോ? പൊളിച്ചേ! എനിക്ക് സമ്മതമാണ്. എന്റെ മോട്ടു, ആലോചിക്കാതെ എടുത്തു ചാടി ഒന്നും ആർക്കും വാക്കൊന്നും കൊടുക്കാൻ പാടില്ല. നിനക്കറിയില്ലേ, ഒരുപക്ഷെ ജോൺ നിനക്കിട്ട് വല്ല പണിയും തരാനാണെങ്കിലോ? എന്റെ പത്തുലു, ഈ ജോൺ അങ്ങനെ എന്ത് ജോലിയാ നമ്മളോട് പറയാൻ പോകുന്നത്? ഈ കടയിൽ എന്തേലും ചെറിയ ചെറിയ ജോലികൾ നമ്മളോട് പറയുമായിരിക്കും, അത്രയല്ലേ ഉള്ളൂ. എന്റെ പത്തുലു, സമൂസയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ജോലി ചെയ്യാൻ തയ്യാറാണ്. എന്റെ ജോണെ, വേഗം പറ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്ന് എന്റെ കൂടെ വരൂ. നമ്പർ 1, നമ്പർ 2 കട നന്നായിട്ട് നോക്കിയോടെ. ഞാൻ മോട്ടോന് ജോലി എന്നത് പറഞ്ഞു കൊടുത്തിട്ട് വരാം. മോട്ടു, ഇതാ ഈ സ്ഥലം കണ്ടില്ലേ? ഇവിടെ നീ വലിയൊരു കുഴി കുഴിക്കണം. ഇത്രയുള്ള ജോലി ഇപ്പൊ തന്നെ തീർത്തേക്കാം. കണ്ടില്ലേ, എന്റെ പൈശാചിക ബുദ്ധിയിൽ തോന്നിയ അപകടകരമായ ഐഡിയ. മോട്ടവും പത്തിലും ഇപ്പൊ ഞാൻ കൊടുത്ത ജോലിയിലെ തിരക്കിലായിരിക്കുക. അപ്പൊ നമുക്ക് യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ ഈസി ആയിട്ട് മോഷ്ടിക്കാമല്ലോ. സംഭവം പിടികിട്ടിയോ?